നമസ്കാരം. നിയമസഭാ തെരഞ്ഞെടുപ്പിന് പിന്നാലെ മുഖ്യമന്ത്രി ആരാകുമെന്ന ചർച്ച തുടരുന്നതിനിടെ പുതിയ KPCC പ്രസിഡന്റ് അത് ആരാകുമെന്ന തിരക്കിട്ട ചർച്ചകൾ നടക്കുന്നു. നിയുക്ത MLA സണ്ണി ജോസഫ് മന്ത്രിയാകുന്നതോടെ KPCC അധ്യക്ഷൻ ആരാകുമെന്നാണ് നിലവിലെ ചർച്ച. അധ്യക്ഷ സ്ഥാനത്തേക്ക് പ്രധാനമായും ആന്റോ ആന്റണിയും ബെന്നി ബെഹനാനും കൊടിക്കുന്നിൽ സുരേഷും കെ സുധാകരനും ഒക്കെ പരിഗണനയിലുണ്ടെന്നാണ് ലഭിക്കുന്ന സൂചന. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ആര് വരുമെന്നത് KPCC അധ്യക്ഷൻ ആരാകണമെന്നുള്ള തീരുമാനത്തെയും സ്വാധീനിക്കും. ന്യൂനപക്ഷ സമുദായത്തിൽപ്പെട്ട ആളായിരിക്കും KPCC അധ്യക്ഷനാവുക എന്നതാണ് ലഭിക്കുന്ന സൂചന. കെ സുധാകരൻ സ്ഥാനമൊഴിയുന്ന സമയത്ത് ക്രൈസ്തവ വിഭാഗത്തിൽപ്പെട്ട ഒരാളെ പരിഗണിക്കണമെന്ന ആവശ്യത്തെ തുടർന്നാണ് സണ്ണി ജോസഫിനെ നിയോഗിച്ചത്. ബെന്നി ബെഹനാനെ പരിഗണിക്കണമെന്ന ആവശ്യമാണ് കോൺഗ്രസ് A ഗ്രൂപ്പിലെ നേതാക്കൾ ഉന്നയിക്കുന്നത്. ആന്റോ ആന്റണിയുടെ പേര് KC വേണുഗോപാൽ പക്ഷം പിന്തുണയ്ക്കുന്നുണ്ട്. നിലവിൽ കോൺഗ്രസ് പ്രവർത്തക സമിതി പ്രത്യേക ക്ഷണിതാവും ലോക്സഭയിൽ കോൺഗ്രസിന്റെ ചീഫ് വിപ്പ് പദവിയും വഹിക്കുന്ന കൊടിക്കുന്നിൽ സുരേഷിന്റെ പേരും ചർച്ചയിൽ സജീവമാണ്. മുൻ വർഷങ്ങളിൽ തഴയപ്പെട്ട കാര്യവും കൊടിക്കുന്നിൽ സുരേഷ് മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. കഴിഞ്ഞ തവണ അവസാന നിമിഷം അവസരം നഷ്ടപ്പെട്ട ആന്റോ ആന്റണിയുടെ പേരാണ് AICCയുടെ പരിഗണനയിലുള്ള മറ്റൊരു പേര്. AICC പരിഗണിക്കുന്നതും ആ പേരാണെന്നാണ് ലഭിക്കുന്ന വിവരം. മുഖ്യമന്ത്രിയെയും മന്ത്രിമാരെയും തീരുമാനിക്കുന്നതോടൊപ്പം KPCC പ്രസിഡന്റിനെയും തീരുമാനിക്കും. ഇതിനിടയിൽ സീനിയർ നേതാവായ K മുരളീധരന്റെ പേര് പറഞ്ഞു കേൾക്കുന്നു. മന്ത്രിസ്ഥാനത്ത് നിന്ന് മാറി നിന്ന് KPCC പ്രസിഡന്റാകാൻ അദ്ദേഹത്തിനോട് അടുത്ത വൃത്തങ്ങളും ചൂണ്ടിക്കാട്ടുന്നു. മുൻപ് മുരളീധരൻ KPCC പ്രസിഡന്റായിരുന്ന കാലത്താണ് പാർട്ടിക്ക് ഒരു ഉണർവുണ്ടായതും ഇന്ദിരാഭവൻ വരെ പണിതതും. പക്ഷേ മുഖ്യമന്ത്രിയും KPCC പ്രസിഡന്റും നായർ സമുദായത്തിൽ നിന്നും വരില്ലെന്ന് തന്നെയാണ് ലഭിക്കുന്ന സൂചനകൾ. അങ്ങനെയാണെങ്കിൽ ഒന്നുകിൽ ആന്റോ ആന്റണിക്കോ അല്ലെങ്കിൽ ബെന്നി ബെഹനാനോ സാധ്യത വീഴും. ഇത് രണ്ടും അല്ല, ന്യൂനപക്ഷ സമുദായങ്ങളിൽ അല്ലെങ്കിൽ പിന്നോക്ക സമുദായത്തിൽ നിന്ന് ഒരാൾ വരാൻ തീരുമാനിച്ചാൽ അത് കൊടിക്കുന്നിൽ സുരേഷിനായിരിക്കും നറുക്ക് വീഴുന്നത്.